കണ്ടങ്ങളെ നമ്മളെ പ്രിയപ്പെട്ടവര്, ഇതാണ് നമ്മളെ നാടിൻ്റെ മലയാളികൾ. ഒരു രക്ഷയില്ല. ഇതാണ് മലയാളികൾ കേട്ടോ. ഒരു മനുഷ്യനൊരു ആപത്ത് വന്നപ്പോൾ, ഒരു വണ്ടി ആക്സിഡന്റ് ആയപ്പോൾ കണ്ടങ്ങൾ ഇതാണ്. സമ്മതിക്കണം, ആ പ്രിയപ്പെട്ട സഹോദരന്മാർ കണ്ടങ്ങൾ ഇതെല്ലാം മരം, ഇത്ര വലിയ മരമാണ് എടുത്ത് മാറ്റുകയാണ്. ഏത് ലോകത്താണ് എന്നെ പ്രിയപ്പെട്ടവരെ, ഇത് കണ്ടങ്ങള് ലീവ്സ് ഈ തമിഴ്നാട് നാടുകാണി ചെക്ക് പോസ്റ്റ് കഴിഞ്ഞിട്ട് കേരളത്തിലേക്ക് വരുമ്പോൾ തമിഴ്നാട്ടിൽ ഈ റോഡ് നന്നാക്കാത്ത കാരണം പാവങ്ങളായ ആളുകളെ കൊടുക്കാൻ വേണ്ടിയാണ് ഇതുപോലെ ലക്ഷക്കണക്കിന് രൂപ, കോടിക്കണക്കിന് ഉറുപ്പ്യ ടാക്സ് അടച്ചിട്ട് ഇതുപോലെ നാറിത്തരാ ചെയ്യുന്നത്. ഒരു തുള്ളി ടാർ ഈ റോഡുമ്പക്ക് നിരക്കാതെ പിന്നെ കംപ്ലീറ്റ് ലീഫ് മൊത്തം കട്ടായി. കണ്ടങ്ങൾ പോയിക്കോളി ലീഫ് സെറ്റ് മൊത്തം കട്ടായിട്ടായി നിൽക്കുന്നത്. ഇവിടെ ആകെ ബ്ലോക്കാണ്. തമിഴ്നാട് നാടുകാണി, കീഴ്നാടുകാണിയാണ് ഈ സംഭവം. ഇതിനെതിരെ ആരാണ് പ്രതി? ഇതുമാതിരി റോഡ് இந்த ഉലകത്തിലേ കിടയാത്. അതുമാതിരി ഈ തമിഴ്നാട് ചെക്ക് പോസ്റ്റ് താണ്ടി വന്നത് ഇതാണ്. സുഹൃത്തുക്കളെ, ഗൂഡല്ലൂർക്കുരി ഒരു വണ്ടിയും പോരില്ല കേട്ടോ. ഇവിടെ ഒരു വണ്ടി ലീഫ് പൊട്ടിയിട്ട് ആകെ ബ്ലോക്കായി നിൽക്കുന്നുണ്ട്. മരവണ്ടിയാണ്, വണ്ടി പോരില്ല. ഓക്കെ, വേറെ ഏതെങ്കിലും വഴികൾ പിടിച്ചോളിയും. താഴത്തുനിന്ന് മേലേക്കും ഇല്ല, മേലെന്ന് താഴത്തേക്കും വണ്ടികൾ പോകില്ല കേട്ടോ. ഓക്കെ, DSPക്ക് വിളിച്ചിട്ടുണ്ടായിരുന്നു. DSP വിളിച്ചിട്ട് പോലീസുകാർ വന്നിട്ടുണ്ട്. ഇനി അവർ തീരുമാനിക്കട്ടെ. ഇത് ലോഡ് പിടിച്ചിട്ടാണോ ഇനി ഇപ്പോഴെങ്ങാനും പഞ്ചറായോന്ന് പറയുന്നില്ല. ട്യൂബ്ലെസ് ആയതുകൊണ്ട് ഇത്ര ചരിഞ്ഞ് ആ സൈഡിൽ പോയിട്ട് ഇല്ല, അവിടെ അത് 2 കത്തി വേണം സാർ, 2 കത്തി വേണം. അതേ കട്ട് പണിട്ട് അത് വേറെ എതും ചെയ്യ മുടിயாது. ശരിങ്ങളാ? ഏതാണ് അതാ കത്തി വരും ഓരായിക്കോട്ടെ. എൻ്റെ അടുത്തൊന്നുണ്ട് അങ്ങനെ ഓരോരുത്തർ വന്ന്. അതന്നെ പരിപാടി, അതന്നെ ഞാൻ പറഞ്ഞോളാം. അങ്ങോട്ട് വരും, കത്തിയുള്ള ആൾക്കാർ ഇങ്ങോട്ട് വരും. കത്തിയുള്ള ആൾ ഉള്ളിൽ കെട്ട് വേണം. അത് ഓക്കെ, ഉള്ളിൽ കെട്ട്. അത് കണ്ടോ, ഈ കെട്ട് പറഞ്ഞാൽ തന്നെയാണ് കെട്ട്, അല്ല വേറെ ഉള്ളിൽ കെട്ടൊന്നുമില്ല. ഞങ്ങൾ കെട്ടുണ്ട് ഇതല്ലേ ഉക്കുമല്ലാതെ വേറെ ഒരു കെട്ടുമില്ല. 10 കത്തിയുണ്ടെങ്കിൽ 10 ആൾക്കാർ വന്ന് നിൽക്കുക, കട്ട് ചെയ്യുക ഒരേ സമയത്ത്. അതിനുണ്ടെങ്കിലാണ് പേരും, അല്ല വേറെ ഒന്നുമില്ല. അതിനെ SI പറഞ്ഞതാണ്. കത്തി അതിതാ, വേറെ ഒന്നും പണ മുടിയാതെ. സാർ முதல்ல இவளல்ல, இப்பதான் வந்து வெயிட் பண்ணி வந்துட்டே இருக்கு. ஆமா, അതിന് ഇതിപ്പോ ജാസ്തി ആയിരിച്ചു. ഇപ്പൊ ഒരു 10 കത്തി ഇരുന്നോ ടക്കന് കട്ടി പണല. ശരി സാർ, ഒരു കത്തി എടുത്ത് ബാക്കിയുള്ള കത്തി കൂടി കൊണ്ടേ. വേറെ ഒന്നും ചെയ്യാല്ല പൊന്നാന്റെ മുത്തേ. കത്തിയാ എടുത്തു. കത്തിയുള്ള ആൾക്കാർ വരി. ആ വണ്ടി ആ ലോറിക്കാരത്തൊക്കെ കത്തി ഉണ്ടാവും. ലോറിക്കാരെ വിളിക്ക്. ഓരോന്നല്ല, ഒരു സ്ഥലത്തു നിന്നല്ല പറഞ്ഞുതരാം. കത്തി ഫുള്ള് റെഡി ആയിട്ട് വേഗം പേര്. വേഗം വണ്ടിക്കാരെ വിളിക്കും. ലോറിക്കാരോട് കംപ്ലീറ്റ് കത്തിയെടുക്കാൻ പറയും. വേറൊരു മാർഗമല്ല. ഇതാ എൻ്റെ അടുത്ത് ഒന്നുണ്ട്. ഈ കത്തി കൊണ്ട് എന്താക്കാനാ? അല്ല, അല്ല വേറെ കത്തിണ്ട്, വേറെ കത്തിണ്ട്. ഹബീബ് പേടിക്കണ്ട. കണ്ടോ, സാർ എന്നതാ ഇല്ല, ബൈക്ക് ഇന്ത സൈഡിലെ പോകും സാർ. അങ്ങനെ പറയും. ശ്രദ്ധിക്കില്ല. ആർടിഒ ചെക്ക് പോസ്റ്റ് അല്ല, ഈ റോഡന്നെ ഇതുവരെ ഇതിലാർക്കും പ്രതിഷേധം ഉണ്ടോ? ഈ ആളുകൾക്ക് ആർക്കെങ്കിലും ഈ റോഡ് ഇന്തമാതിരി റോഡായിരിക്കും. ഇതുവരെ ടോള് കൊടുക്കണം. അത് കൊടുത്തിട്ട് അങ്ങ് കൊടുത്ത് ഇങ്ങ കൊടുത്ത് കാശ് കൊടുത്തിട്ട് വാങ്ങിയിട്ട് ഇന്തമാതിരി റോഡിലെത്താൻ നാമ ഓരോരുത്തർ ഓട്ടറ വണ്ടി. നമ്മ ജീവനിക്ക് എന്താ വില ഇരിക്കും സാർ? ആയിട്ടില്ല. മറ്റേ കൂടി കട്ടിയട്ടെ. തടി വീഴും. ആയില്ല. പറ ബാക്കി പറ. ആ, ഇവിടെ കൂടി കട്ടിയണം. ബാക്കിയും കൂടെ കേൾക്കാം. അയച്ചട്ടെ കട്ടായ. ഇനി വണ്ടി മാറിയില്ല. ഞാൻ അന്നല്ലേ പറഞ്ഞത്. ഇതാ ഞാൻ ഇതുവരെ പറഞ്ഞുകൊണ്ടിരുന്നത്. ഇതേ ചെയ്യാൻ വയ്യുള്ളൂ, വേറെ ഒന്നും ചെയ്യാൻ കഴിയില്ല.
சார் அவ்வளோதான். பெரிய டார்ச் ஏதாவது இருக்கா சார் ப்ளீஸ் எடுத்துட்டு. மொபைல் எல்லாம் கேட்குங்க. ലൂസാക്കൊന്നുമില്ല, ഇനി പേടിച്ചിട്ടില്ല. ആയില്ല ഒരു മിനിറ്റ്, ആ കയറെടുക്കട്ടെ. ആ കയറിന്റെ അടിക്കണേ. ഇതല്ല കയർ അപ്പുറത്ത് കിട്ടുന്നിട്ട് ആ പായണ മറിച്ചിടണം. ഫുള്ള് കയർ അപ്പുറത്ത് കിട്ടിട്ട് മുട്ടയാന്നും വേണ്ട. അതിന് ഇത്രയൊന്നും ഇല്ല, ഇത്ര ഉള്ളത്. ഇതിന്റെ മുകളിലുള്ള അവിടെ തന്നെ നോട്ടെ. ആ അതെ അല്ല അതല്ല, എനിക്ക് ഒരു മിനിറ്റ് ഇത് പറഞ്ഞിട്ട് അതിന്റെ ചോട്ടിക്ക് ഇപ്പൊ വരലെന്ന് പറയും. ഇപ്പൊ വരലിട്ടോ പായ് മാറ്റണം. പറഞ്ഞിട്ട് വന്നാ മതി, പറഞ്ഞിട്ട് വന്നാ മതി. പായ് എനിക്ക് ആയില്ല, പറയട്ടെ ഒരു മിനിറ്റ്. ഈ പായിന്റെ മറവ് തീർക്കണം. ഇതിവിടെ പൊളിഞ്ഞാടും. ആടുപോലെ അല്ല അത് ചാടൂല. ₹250 മരാണ് ഞങ്ങൾ. അല്ല കത്തിയാണിത്. സാധനം ഒഴിവാക്കണം, എന്നാലേ പായാണ് മറിച്ചിടാൻ പറ്റുള്ളൂ. ഇതിൽ എത്ര ചാടാൻ നിൽക്കണ്ടെന്നുള്ള അറിയും. അല്ല അതുകൊണ്ട് കാര്യത്തിൽ വെച്ചാൽ അത് മറിച്ചിടാം. അതൊക്കെ ആരോടും നിങ്ങൾ പോയിക്കോളി. ഇവിടെ എന്തായി? ആ പായ് വലിച്ചിടേ. പായ് വലിച്ചോ. പായ് വലിച്ചോ. പോട്ടെ വലി പായ് വലിച്ചോ താഴത്തേക്കിടെ. പായ് വലിച്ചേ താഴത്തേക്കിടെ. വലിച്ചാ കിട്ടൂല. വലിച്ചാ താഴത്തേക്കിടെ. അപ്പുറത്ത് അതിന്റെ മുകളിൽ സാധനം ഇട്ടിക്കണേ, അത് മാറ്റും. ആ മതി. ഇനി എത്ര ചാടാൻ നിൽക്കണ്ടെന്ന് അറിയാൻ കഴിയും. പായിട്ട് കഴിഞ്ഞാൽ ഒഴിവാക്കി കഴിഞ്ഞാൽ എത്ര ചാടാൻ നിൽക്കണ്ടെന്ന് അറിയാൻ കഴിയും. ഇത് കണ്ട പ്രിയപ്പെട്ടവരെ, ഇത് കീഴ്നാടുകാണി റോഡിന്റെ മോശം കാരണം വണ്ടിയുടെ ലീഫ് കട്ടായിട്ട് ഈ ലോഡ് മരം ചെരിഞ്ഞ് ഭയങ്കര അപകടാവസ്ഥയിൽ ഒരുപാട് ആളുകൾ, ആയിരക്കണക്കിന് ഒരു 100 കണക്കിന് ആളുകൾ ഇവിടെ, ഒരുപാട് രോഗികൾ, അതുപോലെ തന്നെ ആംബുലൻസ് മറ്റെല്ലാം ഇവിടെ കുടുങ്ങി. അത് ACPനെ വിളിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ, DSPനെ വിളിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ പോലീസുകാർ വന്ന് വേണ്ട നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട്. ഇതിനെതിരെ ശക്തമായിട്ട് നാം ഓരോരുത്തരും പ്രതിഷേധിക്കണം. ഈ റോഡിൻ്റെ ശോചനീയാവസ്ഥ, തമിഴ്നാടിൻ്റെ ഈ ശോചനീയാവസ്ഥ വളരെ മോശമാണ്. இந்த மாதிரி ரோடு நம்ம எங்கேயும் பார்க்கவே கிடையாது. இந்த மாதிரி ரோடு அதுக்கு வந்து டோல் கொடுக்குற, நாம டாக்ஸ் கொடுக்குற, இந்த டாக்ஸ் எல்லாம் கட்டிட்டு தான் நாம ஒருத்தரும் வண்டி விடுறோம். ஆனால் வந்து இந்த மாதிரி ரோட்டுக்கு என்ன பதில் சொல்லி தான் ஆகணும். இது தமிழ்நாடு சர்க்கார், தமிழ்நாடு கவர்மெண்ட் இதுக்கு பதில் சொல்லி தான் ஆகணும். இவ்வளோ இத்தனை பேரை நாம் வந்து கஷ்டப்படுத்துற இதுக்கு எதுக்கு பதில் சொல்லி தான் ஆகணும். கூப்பிட்டு வந்து அது எஸ்ஐ சார் வந்து, எஸ்ஐ சார் ஸ்டேஷனில் தேவாலய எஸ்ஐ சார் வந்து இதெல்லாம் ரெடி பண்ணியிருக்கு. அதுக்கு வந்து இன்ஃபர்மேஷன் கொடுத்து அதெல்லாம் கரெக்டாக பண்ணியிருக்கு. അല്ല അത് ശരിയാണ്. അവരതൊന്ന് കഴിയണം. പായ് എന്നിട്ട് വലിക്കണം, പായ് മാറ്റിയിടണം. അല്ല പായ് ഇങ്ങോട്ട് വിടണം. അത് ശരിയാക്കാം. അല്ല അവർ ചെയ്യട്ടെ. കാരണം അത് സാർ അവിടെ തടണം. വണ്ടി ഉണ്ടോ സാറേ? ശരി, ഓക്കെ.
ഇവിടെ കൂടാൻ ചൊല്ലിച്ചില്ല സാർ. ഓക്കെ, താങ്ക് യു. இதெல்லாம் வந்து தமிழ்நாடு அதிகாரிகள் பார்க்கணும். இந்த மாதிரி வேலை பண்ண ரோடா இது என்ன வச்சிருக்கீங்க? ரோடா இதுக்கு பேரு சொல்றது ரோடா? நாடுகாணியிலிருந்து கூடலூரிலிருந்து நாடுகாணியிலிருந்து கீழ் நாடுகாணி வரைக்கும் கேரளா பார்டர் வரைக்கும் இந்த மாதிரி ரோடு இந்த உலகத்தில் எங்கேயும் பார்க்கவே. இதுக்கு ரோடா பேரு? இத்தனை பேரை வந்து எவ்வளோ வண்டி, எத்தனை எக்கச்சக்கமான வண்டி, லட்சக்கணக்கில் ரூபா வந்து காசு முடக்கிட்டு இந்த மாதிரி ரோடெல்லாம் வந்து இப்படி வச்சு பண்ணி வச்சுட்டு இருக்கு. കണ്ടങ്ങളെ നമ്മളെ പ്രിയപ്പെട്ടവര്, ഇതാണ് നമ്മളെ നാടിൻ്റെ മലയാളികൾ. ഒരു രക്ഷയില്ല. ഇതാണ് മലയാളികൾ കേട്ടോ. ഒരു മനുഷ്യനൊരു ആപത്ത് വന്നപ്പോൾ, ഒരു വണ്ടി ആക്സിഡന്റ് ആയപ്പോൾ കണ്ടങ്ങൾ ഇതാണ്. സമ്മതിക്കണം. ആ പ്രിയപ്പെട്ട സഹോദരന്മാർ കണ്ടങ്ങൾ ഇതെല്ലാം മരം, ഇത്ര വലിയ മരമാണ് എടുത്ത് മാറ്റുകയാണ്. നേരെ അങ്ങോട്ട് വിലം കടിച്ചിട്ടാ അവിടെ ഇത് കണ്ടങ്ങളെ നമ്മളെ പ്രിയപ്പെട്ട സഹോദരന്മാർ കണ്ടങ്ങളെ ഈ സാധനം, ഈ കണ്ട മരങ്ങൾ മൊത്തം അതാണ് മലയാളിന്റെ പവർ കേട്ടോ. ഇനി എന്തൊക്കെ പറഞ്ഞാലും നമ്മളെ മാണികകലുകൾ കണ്ടങ്ങളെ എല്ലാതും എടുത്ത് മാറ്റി വണ്ടി ഇവിടെ റോഡ് ഗതാഗത യോഗ്യമാക്കി എന്നുള്ളതാണ്. അതാണ് നമ്മളെ പവർ കേട്ടോ. മലയാളിന്റെ പവറാണ്. ഓരോരുത്തരും ഒരു കഷ്ണമെങ്കിലും മരം തൊടാത്ത ആൾക്കാരല്ല. അത്രമാത്രം പ്രയത്നിച്ചിട്ടുണ്ട് ഈ പാവങ്ങൾ, സാധുക്കൾ. എല്ലാവരും ഇത് കാണണം. ഇത് നമ്മളെ കേരളത്തിന്റെ മാതൃക കേട്ടോ. അതൊക്കെ ഇതാണ് കേരളം. തമിഴ്നാടിന്റെ റോഡിന്റെ മോശമാണെന്ന് പറയാനൊന്നുമില്ല. ചത്ത് ചീഞ്ഞ റോഡ്.